പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് പാപമാവും, പക്ഷെ പാപിയാവും. മിക്ക ആൾക്കാരും അതായത് പാവകളാവാറില്ല. 50% ആൾക്കാരും പാവകളാവും. കാര്യം നമുക്ക് നല്ല ഒരു മനസ്സിന്റെ ഉടമകളെയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. അതായത് അവരെപ്പോഴും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഇച്ചിരി മനസ്സിന് കാഠിന്യവും മറ്റുള്ളവരെ സഹായിക്കാത്ത മനസ്സുള്ളവരെ ഒരു കാരണവശാലും കൂടുതലായിട്ട് ആൾക്കാർ പറ്റിക്കാൻ പറ്റത്തില്ല. നമ്മള് നല്ല മനസ്സുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ വിട്ടുവീഴ്ചകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യത്തിന് നമ്മൾ സത്യാവസ്ഥകളും കാര്യങ്ങളും അറിഞ്ഞു വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ. അല്ലാതെ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം പോയി നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ പോലും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ പറ്റിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തീർച്ചയായും പ്രതികരിക്കണം. പാവങ്ങളായ ചില മനുഷ്യരുണ്ട്, എന്ത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കത്തില്ല. അത് കേട്ടുകൊണ്ട് കാര്യങ്ങൾ ഇത് ചെയ്തുകൊണ്ട് അവർ ഒന്നേക്ക് അറിഞ്ഞുകൊണ്ട് നിൽക്കും, അവരൊന്നും പറയത്തില്ല. പക്ഷെ അങ്ങനെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഇത് തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആവരുത്. പ്രതികരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ ആക്രമിച്ച് പ്രതികരിക്കണമെന്നല്ല, അവരെ കൊണ്ട് വഴക്കൂടി പ്രതികരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പല കാര്യത്തിനും നമ്മൾ മൗനമായിട്ട് നിന്ന് നമ്മൾ പ്രതികരിക്കേണ്ട കാര്യത്തിന് മൗനമായിട്ട് നിന്ന് പ്രതികരിക്കണം. ചില കാര്യത്തിന് നമ്മളെ നോട്ടം കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. നമ്മളൊരു ഓഫീസിലാവട്ടെ, ഓരോ കാര്യങ്ങളിലാവട്ടെ, നമ്മളെ മേലുദ്യോഗസ്ഥൻ നമ്മളെ മേളിൽ എപ്പോഴും നമ്മളെ കുറ്റങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയാണ് അയാൾക്ക് നമ്മൾ അമിതമായിട്ടുള്ള സ്ഥാനം നമ്മളെ മനസ്സിൽ കൊടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് എന്ത് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇത് കേൾക്കാതെ അവിടെ നിന്ന് ഒഴിവാകുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സാറിന്റെ മുഖത്തോക്ക് പറയുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാതിരിക്കുക. ഇത്ര മാത്രം നിങ്ങൾ പറയുക. അത് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ആള് ഷോക്കാവും. കാര്യം എന്താണ് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് ആ ഒരു വാക്കിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ബലമാണ്. കാര്യം ആ ഒരു വാക്ക് വെച്ച് തന്നെ ആ സാറിന്റെ മനസ്സിൽ കയറിക്കൂടുകയും ആ സാറ് വിചാരിക്കും എന്താ ഇതിനെപ്പറ്റി ചിന്തിച്ച് അയാൾക്കുള്ള മനസ്സ് തകരും. നമ്മളെ മനസ്സ് തകരുകയും അയാളെ മനസ്സ് തകരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാതെ തന്നെ ഒന്നും പ്രതികരിക്കാതെ നമ്മൾ മിണ്ടാതെ മൗനമായിട്ട് നിന്ന്, മൗനത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ പ്രതികരണ ശേഷിയുള്ള ഒരു സംഭവമാണ്. അത് പലർക്കും അറിയത്തില്ല. ചിലർ ചോദിക്കും എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്. അന്നേരം അവർക്കുള്ള മനസ്സിൽ തന്നെ നമ്മളെ ആക്രമിക്കാൻ വരുന്നവരുടെ മനസ്സിൽ തന്നെ അവർ ചിന്തിക്കും, ഇവൻ എന്താ മിണ്ടാതെ നിൽക്കുന്നത്, ഇവന്റെ മനസ്സിൽ എന്താണ് ഇവൻ ചിന്തിച്ചു കൂട്ടുന്നത്, നമ്മളെ ആക്രമിക്കാനാണോ, നമ്മളെ ഇല്ലാതാക്കാനാണോ, എന്താണ് ഇവൻ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ള മനസ്സിൽ ഉടലെടുക്കും. ആ ചിന്ത അവർക്കുള്ള മനസ്സിൽ ഉടലെടുക്കുമ്പോൾ തന്നെ അവര് ഇങ്ങനെ ചിന്തിച്ച് അവര് ഇല്ലാതായിക്കോളും. നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പോകും. അതുപോലെ നമ്മളെ ആരെങ്കിലും കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മളെ ദൃഷ്ടി കൊണ്ട് നമ്മളൊരു നോട്ടം നോക്കി കഴിഞ്ഞാൽ അത് മതി അവരെ പ്രതികരണത്തിന്. അല്ലാതെ നമുക്കുള്ള കൈയുണ്ടോ ഉണ്ടോ നമ്മൾ ഒരു ആളെ അടിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ ഒന്നും നമ്മൾ പോകാതിരിക്കുക. ഇങ്ങനൊക്കെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മേലിലുള്ള അധികാരങ്ങൾ നമ്മൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് സമൂഹത്തിൽ വിലയുണ്ടാവും. നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.